Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചടുക്കള ടിപ്പായിട്ടാണ്. നമ്മുടെ ഫ്രിഡ്ജിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എല്ലാ വീട്ടമ്മമാരുടെ ഒരു പരാതിയാണ് നമ്മൾ എന്തുമാത്രം ഒതുക്കി വെച്ചെന്നാലും ഫ്രിഡ്ജ് ഒതുങ്ങിയിരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് ഫ്രിഡ്ജിനകത്ത് ചിലപ്പോൾ ചില ചീത്ത മണങ്ങളൊക്കെ ചില സമയത്ത് ഫുഡിൻ്റെ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും എങ്ങനെ ഫ്രിഡ്ജ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ട് വെക്കാം എന്നുള്ള കൊച്ചു ടിപ്പുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഓൾറെഡി ഫ്രിഡ്ജ് വൃത്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു സമയത്ത് ഇടാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഇനി പുതിയ സാധനങ്ങൾ കയറ്റി വെക്കാൻ വേണ്ടി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജ് മാത്രമാണ്, ഫ്രീസർ വേറൊരു ഡോറാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇതുപോലത്തെ റാക്കുകളുണ്ടല്ലോ, അതിനകത്ത് സാധാരണ നമ്മൾ നേരിട്ടാണ് സാധനങ്ങളൊക്കെ വെക്കുക അല്ലേ. ഇനി അങ്ങനെ വെക്കാതെ നമുക്ക് ഇപ്പോൾ ഫിലിം പേപ്പർ എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ക്ലിഞ്ച് ഫിലിം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളിന്ന് നേരിട്ട് ഈ ഒരു റാക്കിനകത്ത് സാധനങ്ങൾ വെക്കാതെ ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ നമ്മൾ ഇതിൻ്റെ മേലെ അങ്ങ് വിരിച്ചിടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പാലൊക്കെയോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വീഴാണെങ്കിൽ തന്നെ അത് ആ ഫിലിം പേപ്പറിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നീട് അത് മൊത്തം ആ റാക്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ ഷെൽഫ് ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഫിലിം പേപ്പർ വലിച്ചെടുത്ത് കളഞ്ഞ് അടുത്ത പുതിയൊരു ഫിലിം പേപ്പർ നമുക്ക് തിരിച്ച് വെക്കാനും പറ്റും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫിലിം പേപ്പറിന് കുറച്ച് നീളക്കുറവൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ 2 എണ്ണൊക്കെ ആയിട്ടാണ് ഫിലിം പേപ്പർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ടിപ്പ്. ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് വീട്ടമ്മമാർക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണിത്. നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ വലിച്ച് കീറുന്നത് പോലെ നമുക്കതങ്ങ് കീറി പുതിയത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ്, നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിനകത്ത് ഇതുപോലത്തെ ബാസ്ക്കറ്റുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റുകൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ റൗണ്ടിലുള്ള ബാസ്ക്കറ്റുകളൊക്കെ നമ്മൾ ഇപ്പോൾ എല്ലാ സ്റ്റേഷനറി കടയിൽ അത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിക്ക് ഇരിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോക്സ് എടുത്തിട്ട് അതിനകത്തും ഇതുപോലെ ഞാൻ ഈ ഒരു ഫിലിം പേപ്പർ ഞാൻ വെക്കുകയാണ്, അല്ലെങ്കിൽ ക്ലിഞ്ച് ഫിലിം വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ പച്ചക്കറികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെക്കേണ്ടത്, ഫുഡ് ഐറ്റംസ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് പെട്ടെന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പം നമ്മൾ ഉപയോഗിക്കാതെ ചിലപ്പോൾ അത് പെട്ടെന്ന് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം പറ്റി അതിനകത്ത് നിന്ന് ആ പൊടികളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിലിം പേപ്പർ ഒന്ന് വലിച്ചു പറിച്ചെടുത്ത് കളഞ്ഞിട്ട് പുതിയത് തിരിച്ച് വെച്ച് നമുക്ക് ആ ഫുഡ് ഐറ്റംസ് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് വേണ്ടി പിന്നീട് ആ പാത്രങ്ങൾ കഴുകാനോ അല്ലെങ്കിൽ ഈ ബാസ്ക്കറ്റ് കഴുകാനോ ഒന്നും നിൽക്കണ്ട. ഇനി അടുത്തത് ഓരോന്നും ഓരോ ബാസ്ക്കറ്റിൽ വെക്കാൻ നോക്കുക. ഇപ്പോൾ പച്ചക്കറികളാണെങ്കിൽ അത് തനിച്ചൊരു ബാസ്ക്കറ്റിൽ, പിന്നെ ഇപ്പോൾ ചീസ്, ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ചീസ്, ബട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് തനിച്ചൊരു ബാസ്ക്കറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് അത് കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഇപ്പോൾ നമുക്കിപ്പം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് മാത്രം പുറത്തെടുത്താൽ മതി. അതിനുവേണ്ടി ഫ്രിഡ്ജ് മൊത്തം നമുക്ക് പരതേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെയാണ് തരം തിരിച്ച് വെക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ ഓരോ ബാസ്ക്കറ്റുകളിലും വെക്കാൻ നോക്കുക. പിന്നെ അടുത്തൊരു ടിപ്പ് നമ്പർ 4 ആണ്, നമ്മൾ ഉപയോഗിച്ചത് പൊട്ടിച്ച സാധനങ്ങൾ, അത് ചിലപ്പോൾ ജാം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോസുകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പാലാവാം. അപ്പോൾ അങ്ങനത്തെ പൊട്ടിച്ച സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആണ് അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ വെക്കാം. അപ്പോൾ അന്നേരം നമ്മൾ മറക്കൂല, അയ്യോ ഇത് നമ്മളിനി ഉപയോഗിക്കാനുള്ളതാണല്ലോ എന്ന് ഓർത്ത് നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാനിവിടെ പൊട്ടിച്ച് വെച്ച പാലെല്ലാം ഞാൻ ഇവിടെയാണ് ഞാൻ എടുത്ത് വെക്കാറ്. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ താഴെയിരിക്കുന്ന സോസുകളൊക്കെ ആണെങ്കിലും അതും നമുക്ക് പെട്ടെന്ന് തന്നെ മറക്കാതെ എടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ച ഒരു തൈരാണ്. അപ്പോൾ ആ തൈര് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കാനായിട്ടാണ് ഞാൻ അവിടെ വെക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഓർത്ത് ഇതൊരു കൊച്ചു ടിപ്പാണ്. ഇനി അടുത്തത് ഫ്രിഡ്ജിനകത്തുള്ള സ്മെല്ലുകൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ കാര്യമാണ്. അതിന് വേണ്ടി വെനില എസൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരം പൈനാപ്പിൾ എസൻസ് ഒക്കെ എടുക്കാം, റോസ് വാട്ടർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ വെനില എസൻസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ പഞ്ഞിയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ഞിയോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ, കിച്ചൺ ടവലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പഞ്ഞി ഇതുപോലെ ചെറിയ ബോളുകളാക്കി ഈ ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മിക്സ്ചറിൽ ഞാൻ മുക്കിയെടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ ഒന്ന്
തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ ഒരു സ്മെൽ വരാനായിട്ട്. അപ്പോൾ ഇനി തുടങ്ങി ചീത്ത സ്മെല്ലെന്നുള്ളത് നമ്മുടെ ഫ്രിഡ്ജിനകത്തുനിന്ന് വരില്ല. ഇനി ചീത്ത സ്മെല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രിഡ്ജ് ചീഞ്ഞ് നാറുക എന്നല്ല, എന്നാലും ചില ഒരു അടഞ്ഞിരിക്കുവാണ് പാല്, പല പല ഭക്ഷണ സാധനങ്ങളല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോകാനായിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് പഞ്ഞി മുക്കി തുടച്ചാൽ മതി. നല്ല ഫ്രിഡ്ജിൽ നിന്ന് നല്ല തുറക്കുമ്പോൾ ഒക്കെ നല്ല വാനില എസൻസിൻ്റെ സ്മെല്ലുണ്ടാവും, ആ ചീത്ത മണങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി അടുത്തൊരു ടിപ്പാണ്, ഇതുപോലെ തന്നെ വേറൊരു കാര്യം. ഇപ്പോൾ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഇതുപോലത്തെ കുഞ്ഞൊരു പാത്രം, അതിപ്പോൾ സാധാരണ ഒരു കപ്പാണെങ്കിലും കുഞ്ഞ് ഗ്ലാസ് ആണെങ്കിലും മതി. ഞാനിവിടെ ഒരു കുഞ്ഞൊരു ഫ്ലവർ വേസിൻ്റെ കുഞ്ഞൊരു ഫ്ലവർ വേസാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചില്ലും കുപ്പി ആണെങ്കിലും മതി. പക്ഷെ നമുക്ക് അടപ്പ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, തുറന്ന് തന്നെ അത് ഇരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കാത്ത കാപ്പിപ്പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരു നമ്മുടെ എന്താ പറയുക, ഒരു കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന കപ്പ് ഉണ്ടല്ലോ, ലൈനർ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മേലെ വെച്ച് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ കെട്ടിയെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളൊരു ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മേലെ ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഈർക്കിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം, എന്നാലാണ് ആ കാപ്പിയുടെ സ്മെല്ല് ഹോൾസിൽ കൂടെ പുറത്ത് വരുള്ളൂ. അതുപോലെ ഫ്രിഡ്ജിനകത്തുള്ള ചീത്ത സ്മെല്ലൊക്കെ ഈ കാപ്പി വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു കാപ്പിയുടെ സ്മെല്ല് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചീത്ത മണങ്ങളെക്കാളും നല്ലതല്ല കാപ്പിയുടെ സ്മെല്ല്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് എപ്പോഴും വെക്കേണ്ടത് ഒരു കോർണറിലാണ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ ആ ഒരു മൂലയ്ക്കാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അത് അവിടെ ഒരു മാസം വരെ ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കാപ്പിയൊക്കെ ഇങ്ങനെ നല്ലതുപോലെ നനഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അത് ഈ ചീത്ത സ്മെല്ലൊക്കെ വലിച്ചെടുത്തിട്ടുള്ള ആ ഒരു അവസ്ഥയാണ്. അത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ കൊച്ചു ടിപ്പുകൾ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമുക്കത് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. ഇപ്പം ഞാൻ പല ബാസ്ക്കറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ബാസ്ക്കറ്റിൽ കുറച്ച് ചപ്പാത്തി, ബ്രെഡ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തേലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അവിടെ കാണുന്ന കുഞ്ഞ് ബാസ്ക്കറ്റിൽ കുറച്ച് നാരങ്ങകൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് കുറച്ച് ബട്ടർ, ചീസ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തേൽ ഞാൻ കുറച്ച് പാലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞൊരു ബാസ്ക്കറ്റ് പോലെ അവിടെയും കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഡോറിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് പകുതിയാക്കിയ സാധനങ്ങളൊക്കെയാണത്. അപ്പം തൈരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജാമോ അങ്ങനെയൊക്കെയാണ്. പിന്നെ മുട്ട ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാറില്ല, അങ്ങനെ വെക്കരുത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതാണ് ഇപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു ഫ്രിഡ്ജ്. അപ്പോൾ ഇത് എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് ഒത്തിരി ബാസ്ക്കറ്റുകളൊന്നും മേടിക്കണമെന്നില്ല, പക്ഷെ ഉള്ള ബാസ്ക്കറ്റ്സ് നമ്മുടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വളരെ തരം തിരിച്ച് പതുക്കെ വളരെ സൂക്ഷിച്ച് നമുക്ക് വെക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വരില്ല, ഉറപ്പായിട്ടും വരില്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.